ശിവചേട്ടൻ്റെ പടങ്ങളിൽ ഞാൻ അഭിനയിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ മിസ് ചെയ്ത പടങ്ങളാണ്. പടങ്ങളുടെ പേര് പറയുന്നില്ല, കാരണം എന്നേക്കാൾ കഴിവുള്ള പലരും ആ സിനിമകളിൽ അഭിനയിച്ചത് വിജയിപ്പിച്ചു കഴിഞ്ഞു, പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയത് 2 സിനിമയ്ക്കാണ്. പക്ഷേ എല്ലാവർക്കും അറിയാം ഭരതം ഞാൻ അഭിനയിച്ചതാണെന്ന്. പക്ഷേ ഓഗസ്റ്റ് 1 ഞാൻ അഭിനയിച്ച സിനിമയാണ്. ഇത്ര വലിയ പെർഫോമൻസുള്ള ഒരു സ്കോപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതവും എന്താ പറയുന്നത്, അത് എങ്ങനെ സിബിച്ചേട്ടനത് ഒപ്പിച്ചെടുത്തു. കാരണം ഞാൻ സുഖങ്ങളെന്നും സോമനങ്ങളൊന്നും വിളിച്ചിരുന്നു, MG സോമനെയും നടൻ സുകുമാരനെ. പക്ഷെ സിനിമയിൽ എല്ലാവരും കേക്ക് അങ്ങനെ വിളിക്കത്തില്ല, സുഖങ്ങളെന്ന് വിളിക്കത്തില്ല. കാരണം നമ്മൾ വിളിക്കുന്ന പോലെ എല്ലാവരും അങ്ങളെന്ന് വിളിച്ചാലോ. അപ്പം സുഖേട്ടാന്ന് വിളിക്കും, സോമേട്ടാന്ന് വിളിക്കും. സോമേട്ടൻ്റെ ബന്ധുവും കൂടെ. അപ്പോൾ സുഖങ്ങളുടെ ജോഡിയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നപ്പോൾ അമ്മ പറഞ്ഞത് എങ്ങനെ ശരിയാവും, സുഖുവിൻ്റെ ജോഡിയായിട്ട് പൊടിമുള്ള വലിച്ചാൽ ശരിയാവുമോ. പക്ഷേ ശരിയാക്കി എടുത്തു. അപ്പോൾ ലൊക്കേഷനിൽ ചെന്നപ്പോൾ എല്ലാവരും നമ്മുടെ മേക്കപ്പ് മാനും അങ്ങനെയുള്ളൊരു അണിയറ പ്രവർത്തകർ കുറേ പേരുണ്ട്. അവരാണ് ഈ ബൂസ്റ്റപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അവർ പറഞ്ഞു പൊടിമുള ചിരിക്കരുത്, ചിരിച്ചാൽ പക്വത പോവും പൊടിമുളുടെ. പിന്നെ എപ്പോഴും ഇങ്ങനെ കൈയൊക്കെ എടുത്ത് അതുപോലെ സംസാരിക്കരുത്, ഇങ്ങനെ ഗൗരവത്തിരിക്കണം. മന്ത്രിയുടെ ഭാര്യ. അപ്പോൾ ഇങ്ങനെ പുതച്ചിട്ടൊക്കെ ആരെങ്കിലും വരുമ്പോൾ ഇത്രയും ചിരിക്കാവും. എനിക്ക് ജന്മത്ത് പറ്റാത്ത കാര്യവും. അപ്പോൾ അത് ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ വളരെ കൃത്യമായിട്ടൊരു പടം ചെയ്തതാണ്. പക്ഷെ അത് ഭയങ്കര സീൻസൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും പറഞ്ഞില്ല. ഭരതം എനിക്ക് എല്ലാം കൊണ്ടും ഒരുപാട് അനുഭവങ്ങൾ എന്ന പടമാണ്. ഇപ്പോഴാണ് എനിക്കത് അനുഭവമായിട്ട് തോന്നുന്നത്, അപ്പോഴല്ല. ഒരേ സമയത്ത് ഞാൻ ഭരതം, ജോർജ് ഊട്ടി, കെയർ ഓഫ് ജോർജ് ഊട്ടി, മറ്റേ അപ്പം നമ്മൾ അവിടുന്ന് മഞ്ചേരി പോയത് എൻ്റെ പൊന്നു തമ്പുരാൻ, ഞാനും സുരേഷ് അഭിനയിച്ച സിനിമ. സുരേഷ് എന്ന് വിളിക്കാവോ കേന്ദ്രമന്ത്രിയായിട്ട്? അങ്ങനെയൊന്നും ഇല്ലല്ലോ. അല്ല, ഞാൻ പെട്ടെന്ന് നേരത്തെ ബാബു എന്ന് വിളിച്ചു. സുരേഷിൻ്റെ വീട്ടിൽ വിളിക്കുന്ന ബാബു എന്നാണേ. ഞാൻ എന്നെക്കാട്ടി ജൂനിയറായിട്ട് വന്ന എല്ലാവരെയും എൻ്റെ ഇളയതാന്ന് സങ്കല്പിച്ചതാണ്. കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെ, ഗുരുത്വമില്ലാതെ ഇങ്ങനെ പേര് വിളിക്കരുത് കൊച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും പരിചയപ്പെട്ട് ഇനി മാറ്റി വിളിക്കാനൊക്കത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു സിനിമ. പിന്നെ ഇൻസ്പെക്ടർ ബൽറാം കണ്ണൂരിൽ, ബഷീർക്കയുടെ പടം, ഷട്ടിലാണ്. അപ്പം സിബിച്ചേട്ടന് ഇൻസ്പെക്ടർ ബൽറാം അറിയാം, ഭരതവും ഉണ്ട്. അപ്പം ശശിയേട്ടനും സിബിച്ചേട്ടനും സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്, കുഴപ്പമില്ല. ജോർജ് ഊട്ടി, കെയർ ഓഫ് ജോർജ് ഊട്ടി അവിടെ തന്നെ വെച്ച്, നിർബന്ധമായിട്ട് ഷൂട്ടിങ് വെച്ച് അവിടെ തന്നെ വെച്ചു. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു അങ്ങനെ ഓടാൻ പറ്റത്തില്ല, കാരണം അബുക്ക് കുറേ നാളിന് ശേഷം ഒരു പടം ചെയ്യുക, അബുക്കടെ പടം കൊടുത്തുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ ആ സിനിമ കട്ട് ചെയ്തു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ഡേ എൻ്റെ ജീവിതത്തിൽ അപൂർവം ഒരു എക്സ്പീരിയൻസാണ്. എല്ലാം റെഡിയായി പുറത്ത് വന്നപ്പോൾ കേൾക്കുന്ന ലാലേട്ടൻ താഴെ ഇറങ്ങി വന്നു മഹാറാണി ഹോട്ടലിൽ. ഋഷി ഞാനും കൊണ്ട് KPSL എഴുതി ചേച്ചി, രണ്ടുപേരും കൂടെ ഷൂട്ടിങ്ങിന് ഇറങ്ങുക. ഡയറക്ടർ പത്മരാജൻ, പപ്പേട്ടൻ പോയി, അവിടെ ഒരു ഹോട്ടലിലാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പം എന്തോ പോലെ വല്ലാതായി. അങ്ങനെ ഞങ്ങൾ അവിടെ പോകുന്നു. അപ്പോൾ ഈ അസ്വാഭാവിക മരണമായതുകൊണ്ടുള്ള പ്രൊസീജിയേഴ്സിന് വേണ്ടി ആ പൊസിഷനിൽ തന്നെ കിടത്തിയിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥ. ഞാൻ എൻ്റെ കുഞ്ഞിലെ മുതലേ പപ്പങ്ങളെന്ന് വിളിച്ചിരുന്ന ആളാണ്. എൻ്റെ അമ്മയുടെ സീനിയറായിരുന്നു ആകാശവാണിയിൽ. അതെന്തോ വല്ലാത്തൊരു കാഴ്ചയായി. അത് കഴിഞ്ഞ് അണിയറയിൽ ഒരു കഥ മുഴുവൻ മാറി, തിരക്കഥ മുഴുവൻ മാറി. പിറ്റേന്ന് രാവിലെ മുതൽ പുതിയൊരു കഥ ഉണ്ടാവുകയാണെന്നുള്ള വിവരം ഞങ്ങൾ അറിയുന്നില്ല. സിബിച്ചേട്ടൻ പറഞ്ഞു ഉർവശി പൊക്കോളൂ, അവിടെ പോയി കണ്ണൂർ പോയി വർക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വലിയ സന്തോഷം, എന്തൊരു ഉദാര മനസ്സുള്ളൊരു ഡയറക്ടർ. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അമ്മ സിബിച്ചേട്ടൻ പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. ഇതൊന്നും എന്നോട് പറയുന്നല്ലോ, അതിനുള്ള പ്രായമോ അനുഭവം ഒന്നുമില്ല, എന്നെ കണക്കാക്കുകയും വേണ്ട. നേരെ ഞാൻ പോയി സമാധാനമായിട്ട് വർക്ക് ചെയ്തു. 2ാമത്തെ 3ാമത്തെ ദിവസം വരുമ്പോൾ ഞാൻ കുറേ കഴിഞ്ഞ് ആ കാര്യം പറയുന്നത് എന്തൊരു അത്ഭുതം എന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ അത്തരം സന്ദർഭങ്ങളിൽ ടെൻഷനാവേണ്ട 4 വ്യക്തികൾ, ഡയറക്ടർ, അതിനേക്കാളേറെ പ്രൊഡ്യൂസർ, പിന്നെ അന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആ സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഉണ്ടായിരുന്നുകൊണ്ട് അദ്ദേഹം, പിന്നെ തിരക്കഥാകൃത്ത്, എഴുത്തുകാരൻ. ലോഹിയേട്ടനും സിബിച്ചേട്ടൻ്റെയും ലാലേട്ടൻ്റെയും പിന്നെ സെവനാഴ്സ് മോഹൻചേട്ടൻ്റെയും വിജയകുമാർ മുഖത്ത് യാതൊരു ടെൻഷനും ഇല്ല, ഉല്ലാസവാന്മാരായിട്ടാണ് അവർ കാണപ്പെടുന്നത്. അപ്പോൾ എനിക്കൊന്നും വിശ്വാസമില്ല. ഞാൻ ലളിതമായിട്ട് ചോദിക്കും ഇവർ ചുമ്മാ പറയുവാണോ, എന്തോ ഒരു സംഭവമുണ്ട്.
അവരെല്ലാം നല്ല ചിരിച്ച് തമാശ പറഞ്ഞ് നടക്കുന്നു. ഇത്രയും അപ്സെറ്റായി പറയണ്ട എല്ലാ ആർട്ടിസ്റ്റും വന്നു. തമിഴിൽ നിന്ന് പഴയ നടി ലക്ഷ്മിയമ്മ എന്ന് പറയുന്നവർ കുറേ നാളിന് ശേഷം മലയാളത്തിൽ വരികയാണ്. ലീഡ് റോളാണ് ചെയ്യുന്നത്. പക്ഷെ ആരും അതൊന്നും പുറത്ത് കാണിച്ചില്ല. സിനിമയെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറേ കാലത്തിന് ശേഷം അതുപോലൊരു ഇൻസിഡൻറ്റ് എൻ്റെ കുടുംബത്തിലുണ്ടാവുകയും മരണം അറിയിക്കാതെ കുറേയേറെ നേരം പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയും ഞാൻ നേരിട്ട് അനുഭവിച്ചു. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെല്ലാം ഇങ്ങനെ റീൽസ് കണ്ട് അത് കറക്റ്റായിട്ട് നിങ്ങൾ നോക്കി ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയും. ഒത്തിരി പേര് എന്നോട് പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഞാൻ സിബിച്ചേട്ടനോട് പറയേണ്ട, സിബിച്ചേട്ടൻ്റെ എടുത്ത് പറയാവുന്നൊരു പ്രത്യേകത. ഒന്നാമത്തെ കാര്യം, സിബി മലയിൽ എന്ന ഡയറക്ടറുടെ സിനിമ നമ്മൾ കാണേണ്ടത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ടൈറ്റിലുകളാണ്. തനിയാവർത്തനം, ആ സിനിമയുടെ പശ്ചാത്തലം എന്തായിരിക്കും നമുക്ക് തോന്നുന്നു. ഇപ്പം മൃദംഗമൊക്കെ വായിക്കാൻ അറിയാവുന്നവർക്ക് എപ്പോഴും കേൾക്കുന്ന വാക്കാണ് ഈ തനിയാവർത്തനം. വളരെ ഇത്തിരി സാഹിത്യപരമായൊരു വാക്ക്, അതുമായിട്ട് യാതൊരു ബന്ധം ആ കഥയ്ക്കുണ്ടെന്ന് നമ്മൾ ചിന്തിക്കത്തില്ല ഇങ്ങനെ ആയിരിക്കുമെന്ന്. പിന്നെ ഇന്ത്യയിലെ എത്രയോ ഭാഷകളിൽ എന്താ പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ട് ഹിന്ദിയിലുള്ള ജനക് ജനക് പായൽ ബാജെ മുതലുള്ള നൃത്തത്തിനും സംഗീതത്തിനും പ്രാധാന്യമുള്ള ചിത്രങ്ങളുടെയൊക്കെ അടിസ്ഥാനം എപ്പോഴും പ്രണയമായിരിക്കും. പക്ഷേ കുടുംബ പശ്ചാത്തലവും അതിനകത്ത് ബന്ധങ്ങളെക്കുറിച്ചും പറയുന്ന സിനിമകളിൽ ഏറ്റവും നന്നായി നൃത്തവും സംഗീതവും പ്രയോജനപ്പെടുത്തിയ ഏക സംവിധായകനേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും സിബി മലയിൽ തന്നെയായിരിക്കും. അദ്ദേഹത്തിൻ്റെ സിനിമകളിലെല്ലാം ആ ദുരന്തങ്ങളും ഉണ്ട്. നിങ്ങൾ കമലതളം നോക്കിയാലും അറിയാം, വലിയൊരു ദുരന്തം ചുമന്ന് നടക്കുന്നതാണ് നായകൻ, അദ്ദേഹത്തിൻ്റെ മരണവും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിന് കുറേ ബന്ധങ്ങളുടെ കഥയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവൻ കെ വിശ്വനാഥ് സാറിൻ്റെ സാഗരസംഗമം പറയുമ്പോഴും ഒരു മഹത്തായ പ്രണയമാണ് അതിൻ്റെ അടിസ്ഥാനം. ഇതങ്ങനെ ഒന്നും അല്ലാത്ത സിനിമകൾ, സതയം അല്ലെങ്കിൽ കിരീടം, തനിയാവർത്തനം സംവിധാനം ചെയ്ത ഒരു ഡയറക്ടറാണോ കമലതണവും ഹിസൈനസ് അബ്ദുള്ളയും ചെയ്തതെന്ന് ഒരിക്കലും ഒരു അന്യഭാഷയിൽ തന്നെ ആൾക്കാർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത്രയേറെ വ്യത്യസ്തത. മറ്റൊരു പ്രത്യേകത, നിങ്ങൾ എപ്പോഴെങ്കിലും, നമുക്കെല്ലാവർക്കും അറിയാം, സുവിച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ നിപ്പും ഇവിടം വരെ ഒരു ചിരിതായി, ഒരു ഫോട്ടോ ഒരു ചിരിയുണ്ട്. ഇതിനപ്പുറത്തോട്ട് വല്ലതും കണ്ടിട്ടുണ്ടോ? എന്തെല്ലാം ആഘോഷങ്ങൾ നടക്കട്ടെ, നമ്മളിവിടെ കിടന്ന് തലകുത്തി മറിയട്ടെ. നിങ്ങളൊക്കെ പറഞ്ഞു, ഞാനതുകൊണ്ട് എന്നെ അതുകൊണ്ടൊന്നും പൊക്കാനൊക്കത്തില്ല, അത്രയേ ഉള്ളൂ. ഇത് കുറേ കാലമായിട്ട് ഒരേപോലെ കാണുന്നു കേട്ടോ, ഒരു ചേഞ്ചുമില്ല. നമ്മളൊക്കെ ആർട്ടിസ്റ്റ് ആകുമ്പം കുറച്ചൊന്ന് എല്ലാവരും കൂടെ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സംസാരത്തിൽ കുറേ സ്പീഡ് വരും, ഭയങ്കര തമാശ വരും. വളിപ്പാണെന്ന് അറിയാമെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് പറയും നമ്മൾ, കാരണം നമ്മൾ സന്തോഷം നിൽക്കുമല്ലേ. ഒരു കാര്യമില്ല. വിഷമം വരുന്ന ഘട്ടങ്ങളിലും ഇതേ മുഖത്തോടുകൂടി സിബിച്ചേട്ടൻ നിൽക്കും, ഭയങ്കര സങ്കടത്തിൽ നിൽക്കുക. സങ്കടം സംഭവിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? സിനിമയ്ക്കകത്ത്, മറ്റ് മേഖലകളിൽ നടക്കുമായിരിക്കും, സിനിമയിൽ അത്യപൂർവം. കാരണം ഞാൻ കേട്ടിട്ടുള്ളതൊക്കെ ആർട്ടിസ്റ്റുകൾ വളരെ സെൻസിറ്റീവാണ്, പെട്ടെന്ന് വികാരാവേശപ്പെടും, അങ്ങനെയൊക്കെയാണ്, ഇമോഷണലാണ്. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ച് എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. അകത്തൊരു സന്യാസി കിടപ്പുണ്ട്, വളരെ ഇങ്ങനെ സിദ്ധനായിട്ട് എന്തോ, അല്ലെങ്കിൽ ചില പറയല്ലേ, എൻ്റെ ഒരു ഗുരു ഉപദേശിച്ചിട്ടുണ്ട്, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആര് പറയുന്നത് എൻ്റെ ഹൃദയത്തിലോട്ട് കയറത്തില്ല. അങ്ങനെ ഏതോ ഒരു കക്ഷി അകത്ത് കിടപ്പുണ്ട്, പക്ഷെ നമ്മളത് രഹസ്യമായിട്ട് പറയത്തില്ല. അങ്ങനല്ലേ? ഒരു ചെറിയ 2 പല്ല് ഞാൻ കണ്ടു, എനിക്ക് സമാധാനമായി.